വലിയ നോമ്പിലെ 22-ാമത്തെ ദിനമാണ് ഇന്ന്. ചെറിയ ഒരു ചിന്ത ഒരുമിച്ച് പങ്കുവെക്കുകയാണ്. യാത്ര എന്ന യാഥാർത്ഥ്യം. ചിലർക്ക് യാത്ര ഒരു ഹരമാണ്. ചിലർ കാഴ്ച കാണാൻ യാത്ര ചെയ്യാറുണ്ട്. പ്രപഞ്ചത്തിൽ ദൈവിക വൈശിഷ്ട്യം കാണാൻ യാത്ര ചെയ്യുന്നു. ചിലർക്ക് യാത്ര അരോചകമാണ്. ചിലരോട് ചോദിച്ചാൽ പറയും എന്നും യാത്രയിലാണ്, എപ്പോൾ ചോദിച്ചാലും ഞാൻ യാത്ര ചെയ്യുകയാണെന്ന് പറയും. സഭയുടെ ചരിത്രം യാത്രയുടെ ചരിത്രമാണല്ലോ. പറുദീസായിലാണ് ആ തുടക്കം. അത് ചരിത്രാതീത ചരിത്രമാണെങ്കിൽ ചരിത്രം ആരംഭിക്കുന്നത് ഊറിൽ നിന്ന് തുടങ്ങി ഹാരാനിലെത്തി, കാനാനിലെത്തി, ഈജിപ്തിലെത്തി, വീണ്ടും കാനാനിലെത്തി. അതാണ് വലിയ യാത്ര. നിത്യപറുദീസായിലേക്ക് യാത്ര ചെയ്യുന്നു. ഇസ്രായേൽ ജനം എന്നും യാത്ര ചെയ്തിരുന്നു, വിശുദ്ധമായ ലക്ഷ്യത്തോടു കൂടി. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിയമപ്രകാരമുള്ള യാത്രയെക്കുറിച്ച്. പെസഹ തിരുനാളിൽ, പെന്തക്കുസ്ത നാളിൽ, കൂടാര തിരുനാളിൽ അവർ യാത്ര ചെയ്ത് അവർ ജെറൂസലത്ത് എത്തിച്ചേരണമെന്ന് ഒരു നിയമം അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സീനാമലയിലേക്ക് യഹൂദർ മുടങ്ങാതെ യാത്ര ചെയ്തിരുന്നു എന്ന് പറയുന്നു. പൂർണ്ണമായിട്ട് അത് ശരിയാകണമെന്നില്ല. പാലസ്തീനയ്ക്ക് വെളിയിലുണ്ടായിരുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജെറൂസലത്തേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യരായിരുന്നു. അതിനു വേണ്ടിയിട്ട് തീർത്ഥാടന ഗാനം തന്നെ ഉണ്ടായിരുന്നു. സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളെ തീർത്ഥാടന ഗാനങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത്. 121-ാമത്തെ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ജെറൂസലം ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അപ്പൻ മക്കളോട് പറയും, നമുക്ക് ദൈവഭവനത്തിലേക്ക് പോകാം. അവർ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടിയാണ് അവർ പോയിരുന്നത്. അത് സത്യത്തിൽ തീർത്ഥയാത്രയും വിനോദയാത്രയുമായിരുന്നു. വിശുദ്ധ യാത്രയെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായത്തിലും ഏശയ്യ 1-ാം അധ്യായത്തിലും ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. യാത്രയുടെ ഭാവം മാറുന്നത് പുതിയ നിയമത്തിലാണ്. 14-ാം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അതുകൊണ്ട് യാത്ര ഈശോയുടെ ഒപ്പവും ഈശോയെ ലക്ഷ്യമാക്കിയും ആയിരുന്നു. ഈശോ തന്നെ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതൊരു വലിയൊരു അത്ഭുതമാണ്. അവിടുന്ന് ഇടയ്ക്കിടെ അന്തിയുറങ്ങിയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, ഭവനങ്ങളിൽ ആതിഥ്യം സ്വീകരിച്ചിരുന്നു, ശരിയാണ്. എങ്കിലും അവിടുന്ന് യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ്. സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ചില സംഭവങ്ങൾ കാണാമല്ലോ. 12-ാം വയസ്സിൽ ഈശോയെ കാണാതായത്, ഈശോ ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ അടിച്ച് പുറത്താക്കിയത്, ജെറൂസലമിൽ അജകവാടത്തിനടുത്ത് ബെത്സൈദ കുളക്കടവിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്, ഈശോ ദേവാലയത്തിൽ ചെന്ന് പല പ്രാവശ്യം പഠിപ്പിച്ചത്, ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിച്ചത്, പെന്തക്കോസ്ത ദിനം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരിൽ ഇറങ്ങിയത്, ആണ്ടുതോറും ജെറൂസലത്തേക്ക് നടത്തിയിരുന്ന തീർത്ഥാടനത്തിൻ്റെ അവസരങ്ങളിലാണ്. അക്കൂട്ടത്തിൽ ഈശോയും യാത്ര ചെയ്തിരുന്നു എന്നതാണ് സത്യം. പ്രപഞ്ചം തന്നെ യാത്ര ചെയ്യുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുക. ആകാശഗോളങ്ങൾ അത് യാത്ര ചെയ്യുകയാണ്, അകലങ്ങളിലേക്ക് പോകുന്നു, അതിരുകളില്ലാത്ത അകലങ്ങളിലേക്ക് പോകുന്നു. അനുദിന ജീവിതത്തിൽ നമ്മുടെ യാത്രകൾ എന്തിന്? അകന്നു പോകാനോ അടുത്തു വരാനോ? നമ്മൾ യാത്ര ചെയ്യുന്നത് അടുത്തു വരാനുള്ള അനുഭവം ഉണ്ടാകുവാനാകട്ടെ. വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും വിശിഷ്ടരായ വ്യക്തികളെ സന്ദർശിക്കുന്നതും വിശുദ്ധ മനുഷ്യരുടെ അടുത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും സത്യത്തിൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള വേദികളാകട്ടെ. എന്നും യാത്ര ചെയ്യുന്നവരാണല്ലോ നമ്മൾ. പ്രധാനപ്പെട്ട ഒരു രീതിയിൽ ദൈവാലയത്തിലേക്കുള്ള നമ്മുടെ യാത്ര,
അത് സ്വർഗീയ ജെറൂസലത്തേക്കുള്ള യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണ്. നാം അങ്ങോട്ട് വിളിക്കപ്പെട്ടവരാണ്. മൃതസംസ്കാര ശുശ്രൂഷകളിൽ നമ്മൾ ഈ യാത്രയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പാടി നമ്മൾ ഓർക്കാറുണ്ട്. ദേവാലയം നിത്യപർദീസായുടെയും സ്വർഗീയ ജെറൂസലത്തിൻ്റെയും പ്രതീകമാണ്. ഒരാളെ നമ്മൾ ആ ദേവാലയത്തിലേക്ക് സമർപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ ആ ആൾ യാത്ര ചെയ്ത് എത്തിച്ചേർന്നു, നമ്മൾ യാത്ര ചെയ്യുന്നു എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം എന്തിനാണ് യാത്ര ചെയ്യുക? പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത്. നോമ്പുകാലം ഒരു യാത്രയാണ്. മരുഭൂമിയുടെ യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവർ മരുഭൂമിയിൽ കടന്നപ്പോൾ ഉണ്ടായിരുന്നവരാരും മരുഭൂമി കടന്ന് കാനാൻ ദേശത്തേക്ക് എത്താൻ നേരത്തെ ഉണ്ടായിരുന്നില്ല. 2 പേരൊഴികെ ബാക്കി എല്ലാവരും അവർ മരിച്ചു വീഴുകയാണ് ചെയ്തത്. കാരണം അവരാരും കാനാൻ ദേശത്തേക്ക് കടക്കുവാനായിട്ട് മോശ പോലും അർഹതയുള്ളവനായിരുന്നില്ല എന്നതുകൊണ്ട്. എന്നാൽ നമുക്ക് ഈ നോമ്പുകാലം നമ്മെ തന്നെ പ്രത്യേകമായിട്ട് ക്രമപ്പെടുത്താനുള്ള കാലമാകട്ടെ. എന്തിനാണ് നമ്മൾ നോമ്പുകാലത്ത് യാത്ര ചെയ്യുക? ഈ യാത്ര നമ്മൾ തന്നെ രൂപാന്തരപ്പെടാനുള്ള ഒരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിന് ഈശോയുമായിട്ട് ചേർത്തു പിടിച്ച് അർത്ഥം കണ്ടുപിടിക്കാനുള്ള മാർഗമാണ്. നമ്മെ തന്നെ ഈശോയോട് അടുത്തു ചേർത്ത് വെച്ച് മനസ്സിലാക്കുവാനുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ചയും വിശ്വാസത്തിൽ ആഴം ഉണ്ടാകുവാനുമുള്ള ഒരു മാർഗമാണ്. യഥാർത്ഥ സത്യം ഈശോയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള യാത്രയാണ്. കാരണം ആ യാത്രയുടെ അവസാനത്തിലാണല്ലോ കുരിശിലെ ഈശോയെ കണ്ടുകൊണ്ട് ശതാധിപൻ പറഞ്ഞത്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന്. ഈ സത്യം മുഴുവനായിട്ട് മനസ്സിലാക്കുവാനായിട്ടാണ് ഈശോയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ തന്നെ സ്വത്വം അന്വേഷിക്കുന്ന യാത്രയാണിത്. ഞാൻ ഈശോയ്ക്കുള്ളവനാണ്, ഈശോയിലാണ്, ഈശോയിൽ എത്തിച്ചേരേണ്ടവനാണ് എന്ന സ്വത്വബോധം നമ്മളിൽ വളരുവാനുള്ള യാത്രയാണിത്. നമ്മുടെ മൂല്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള യാത്രയാണിത്. അത് കൈവിട്ടു പോകാതെ സൂക്ഷിക്കാൻ യഥാർത്ഥ സത്യം അന്വേഷിക്കുന്ന യാത്രയാണ്. സ്വയ അവബോധം നമുക്ക് ആഴപ്പെടാനുള്ള യാത്രയാണ്. നോമ്പുകാലം ഇതിനെല്ലാം നമ്മെ ഉപകരിക്കട്ടെ. കാരണം കർത്താവിനോടൊപ്പമാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. വ്യക്തിപരമായി വളരാൻ, ഈശോയിൽ വളരാൻ, നമ്മെ തന്നെ സുഖപ്പെടുത്താൻ, നാം അവനിൽ പ്രകാശിതരാകാൻ കാൽവരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഇവൻ സത്യമായും ദൈവപുത്രനാണ്, ഇവൻ്റെ മഹത്വത്തിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം എല്ലാം അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പത്രോസ്ലിഹായുടെ 2-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മൾ അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നമുക്ക് അവനോടൊപ്പം യാത്ര ചെയ്യാം. ഈ യാത്രയിലാണ് നാം ആരാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവുക. നാം അവനിൽ അവൻ്റെ ജീവിതം കൊണ്ട് രൂപാന്തരപ്പെടുന്നു, ജീവിതത്തിന് അർത്ഥം കണ്ടുപിടിക്കുന്നു. കുരിശാണ് ജീവിതത്തിൽ അർത്ഥമെന്നും കുരിശിലാണ് ജീവിതം പൂർണ്ണമാകുന്നത് എന്നും ഈ നോമ്പുകാലത്ത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായി ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം.